പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകാന്തി വചന ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ കർത്താവിന് പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. തിരുഹൃദയത്തിന്റെ കരുണയാൽ നിങ്ങൾ പൂരിതരാകട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ ഉറക്കെ പറ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കുട്ടികളെ പ്രത്യേകം അഭിവാദ്യം ചെയ്യാണ് കേട്ടോ. കുട്ടികളെ അഭിഷേകാന്തി കാണുമ്പോൾ ഫ്രണ്ടിൽ വന്നിരിക്കണം. കാരണവന്മാർ ആ പപ്പയും മമ്മയൊക്കെ പുറകിൽ, നിങ്ങൾ ഫ്രണ്ട് സീറ്റ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, വട്ടാലച്ചൻ്റെ ആത്മീയ കൂട്ടായ്മയിൽ നമ്മൾ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. വലിയൊരു കൂട്ടായ്മയുടെ ശുശ്രൂഷയാണ്. സെഹിയോനിൽ ഡയറക്റ്റ് അയക്കുന്ന ബഹുമാനപ്പെട്ട സോജി ഓലിക്കലച്ചൻ്റെ പ്രാർത്ഥനകൾ, അതേപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ വൈദികരുടെയും സിസ്റ്റർമാരുടെയും അതേപോലെ തന്നെ എല്ലാ ശുശ്രൂഷകരുടെയും വലിയൊരു പ്രാർത്ഥനാ കൂട്ടായ്മ. PDM ബ്രദേഴ്സ്, PDM അച്ഛന്മാർ, ACM സിസ്റ്റേഴ്സ്, ACM ഫോർമീസ് ആയിരിക്കുന്നവർ, AFCM മിഷണറിമാർ, വേൾഡ് വൈഡായിട്ട് ശുശ്രൂഷ ചെയ്യുന്നവർ, അങ്ങനെയുള്ള വലിയൊരു കൂട്ടായ്മ. സെഹിയോൻ മിനിസ്ട്രീസ് വലിയൊരു കൂട്ടായ്മയിലുള്ള ശുശ്രൂഷയാണ്, തലമുറകളുടെ ശുശ്രൂഷയാണ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേപോലെ തന്നെ എല്ലാ ശനിയാഴ്ചകളിലും ആയിരക്കണക്കിന് കുടുംബങ്ങളിലുള്ളവർ പിന്നെ ഈ അഭിഷേകാന്തിക്ക് വേണ്ടിയിട്ട് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ ആ ഗണത്തിൽ ചേരാത്ത കുറച്ച് പേരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ പറ്റുകയാണെങ്കിൽ സാധിക്കുമെങ്കിൽ ഏതെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കി ഈ അഭിഷേകാന്തി കണ്ട് കഴിഞ്ഞ ആഴ്ചത്തെ സാക്ഷ്യങ്ങൾ നിങ്ങൾ ഓർത്ത് ഓരോ സാക്ഷ്യങ്ങൾ നിങ്ങൾ ചിന്തിഞ്ഞു നോക്കിയേ, എത്ര ആത്മാക്കളെ രക്ഷപ്പെടുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മധ്യസ്ഥ വെച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ ഒരു ശുശ്രൂഷയാണിത്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, യേശയ്യാ പ്രവചനത്തിൽ 8-ാമത്തെ അധ്യായത്തിൻ്റെ 13-ാമത്തെ തിരുവചനം എങ്ങനെയാണ്? സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നൊരു വചനമാണ്, കർത്താവിനെ പരിശുദ്ധനായി കരുതുവിൻ എന്നുള്ളതാണ് വചനം. നമ്മുടെ കർത്താവ് പരിശുദ്ധനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം, വെളിപാടിന്റെ പുസ്തകത്തിൽ നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അല്ലേ? ആയിരുന്നവനും ആയിരിക്കുന്നവനും. ആ പ്രാർത്ഥന നമുക്ക് അറിയാവുന്ന, നമ്മൾ വീട്ടിലൊക്കെ ചൊല്ലുന്നതാണ്. നമുക്കൊന്ന് ഒരുമിച്ച് ചൊല്ലങ്ങ് പ്രാർത്ഥിക്കാം. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഒന്നുകൂടി ചൊല്ലി പ്രാർത്ഥിക്കാം. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അതാണ് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പരിശുദ്ധനായിട്ട് കരുതണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് കർത്താവ് പരിശുദ്ധനാണ്. പരിശുദ്ധി അവിടുത്തെ ആലയത്തിന് എന്നേക്ക് യോജിച്ചതാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ പരിശുദ്ധിയുണ്ട്, ദൈവത്തിന്റെ വലിയ കൃപ കൊണ്ട് നമ്മുടെ ജീവിതങ്ങളെല്ലാം നിറയും. കർത്താവേ, അവിടുത്തെ പരിശുദ്ധനാണ്. മലങ്കര ക്രമത്തിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്, ബലവാനേ, അമർത്യനേ, അങ്ങ് പരിശുദ്ധനാകുന്നു, അങ്ങ് പരിശുദ്ധനാകുന്നു, അങ്ങ് പരിശുദ്ധനാകുന്നു. കർത്താവേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ആരാധിച്ചിടുന്നു ഞാൻ പരിശുദ്ധനാമേശുവേ, സ്തുതികൾക്കെന്നും യോഗ്യനേ നീ പരിശുദ്ധൻ. ആരാധിച്ചിടുന്നു ഞാൻ പരിശുദ്ധനാമേശുവേ, സ്തുതികൾക്കെന്നും യോഗ്യനേ നീ പരിശുദ്ധൻ. കൈകൾ ഉയർത്തി, പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ നീ ആരാധനയ്ക്കെന്നും യോഗ്യൻ. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ നീ സർവഭൂമിയും നിൻ മഹത്വം. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ നീ ആരാധനയ്ക്കെന്നും യോഗ്യൻ. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ നീ സർവഭൂമിയും നിൻ മഹത്വം. കരങ്ങൾ താഴ്ത്തി അടിച്ച് ഇടത്തോടെ വലത്തോടെ കൈയടിച്ച് നല്ല സന്തോഷത്തോടെ ആഹ്ലാദാരവത്തോടെ കുടുംബം ഒരുമിച്ച്, സമൂഹം ഒരുമിച്ച്, മക്കൾ ഒരുമിച്ച്, യുവജനങ്ങൾ ഒരുമിച്ച് കൂട്ടായ്മയിൽ വലിയ സന്തോഷത്തിൽ യേശുവിനെ ആരാധിച്ച് യേശുവേ രാജാവേ, രാജാതി രാജാവേ, അങ്ങേ ഞാൻ വാഴ്ത്തിയിടുന്നു. ഹല്ലേലൂയ. അത്ഭുത മന്ത്രിയ വീരന ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കും.
യേശുവേ യേശുവേ രാജാവേ രാജാതി രാജാവേ അങ്ങേ ഞാൻ വാഴ്ത്തിയിടുന്നു അത്ഭുത മന്ത്രിയം വീരനം ദൈവമേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു കൈകൾ ഉയർത്തി പരിശുദ്ധൻ 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 നീ ആരാധനയ്ക്കെന്നും യോഗ്യൻ ചേർന്ന് പാടി പരിശുദ്ധൻ 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 നീ സർവഭൂമിയും നിൻ മഹത്വം. പരിശുദ്ധൻ 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 നീ ആരാധനയ്ക്കെന്നും യോഗ്യൻ പരിശുദ്ധൻ 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 നീ സർവഭൂമിയും നിൻ മഹത്വം. കരങ്ങൾ താഴ്ത്തി അടിച്ച് വീണ്ടും ഇടത്തോടെ മരത്തോടൊക്കെ അങ്ങോട്ട് അനങ്ങി സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ വലിയ ആഹ്ലാദം സന്തോഷം നൃത്തം എല്ലാം പ്രകടിപ്പിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ ദാവീദ് നൃത്തം ചെയ്ത് പരിശുദ്ധനായ കർത്താവിനെ ആരാധിച്ച പോലെ സന്തോഷിച്ചിടും ഞാൻ ആനന്ദിച്ചിടും ഞാൻ യേശുവിൻ സന്നിധിയിൽ ആർത്തിയിടും ഘോഷിക്കും ദൂതന്മാരെ പോലെ നൃത്തത്തോടെ വാഴ്ത്തിയിടും സന്തോഷിച്ചിടും ഞാൻ ആനന്ദിച്ചിടും ഞാൻ യേശുവിൻ സന്നിധിയിൽ ആർത്തിയിടും ഘോഷിക്കും ദൂതന്മാരെ പോലെ നൃത്തത്തോടെ വാഴ്ത്തിയിടും കൈകൾ ഉയർത്തി പരിശുദ്ധൻ 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 നീ ആരാധനയ്ക്കെന്നും യോഗ്യൻ പരിശുദ്ധൻ 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 നീ സർവഭൂമിയും നിൻ മഹത്വം പരിശുദ്ധൻ 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 നീ ആരാധനയ്ക്കെന്നും യോഗ്യൻ പരിശുദ്ധൻ 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 നീ സർവഭൂമിയും പരിശുദ്ധൻ 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 നീ ആരാധനയ്ക്കെന്നും ഏറ്റു പാടി ആരാധിക്കുന്ന പരിശുദ്ധൻ 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 നീ സർവഭൂമിയും ആവർത്തിച്ച് പാടി പാടി പരിശുദ്ധൻ 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 നീ ആരാധനയ്ക്കെന്നും യോഗ്യൻ പരിശുദ്ധൻ 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 നീ ഹല 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 ഓ കർത്താവേ അവിടുന്ന് പരിശുദ്ധനാണെന്ന് ഏറ്റു പറയുന്നവന്റെ മേൽ ദൈവം തന്റെ പരിശുദ്ധി വർഷിക്കും ദൈവമേ ഇപ്പൊ കുടുംബങ്ങളിൽ ഇരുന്ന് അവിടുന്ന് പരിശുദ്ധനാണെന്ന് ഏറ്റു പറഞ്ഞ് ആരാധിക്കുമ്പോൾ സ്വർഗത്തിന്റെ പരിശുദ്ധി കുടുംബങ്ങളിലേക്ക് ഇപ്പോൾ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ കർത്താവേ മക്കമാരുടെ പുസ്തകത്തിലെ പ്രാർത്ഥന ഞങ്ങൾ ഓർക്കുന്നു ഈയിടെ ശുദ്ധീകരണം കഴിഞ്ഞ ഈ ആലയത്തിന്റെ പരിശുദ്ധി എന്നേക്കും കാത്തു സൂക്ഷിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ കർത്താവേ അങ്ങയുടെ പരിശുദ്ധിക്ക് യോജിച്ച് ജീവിക്കാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഞങ്ങളെ ശക്തികളെ ദൈവമേ അവിടുന്ന് ആഗ്രഹം ഞങ്ങളുടെ വിശുദ്ധീകരണമാണല്ലോ ദൈവം ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ഞങ്ങളെ ശക്തീകരിക്കണമേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഞങ്ങളെ ബലപ്പെടുത്തണമേ ഹല 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 ദൈവമേ കർത്താവ് പാളയം സന്ദർശിക്കുമ്പോൾ അവിടുത്തെ പരിശുദ്ധിക്ക് ചേരാത്തത് എന്തെങ്കിലും കണ്ട് പാളയത്തിൽ നിന്ന് മടങ്ങാതിരിക്കാൻ പാളയം പരിശുദ്ധമായി സൂക്ഷിക്കണമെന്ന് മോശയോട് വെളിപ്പെടുത്തിയ കർത്താവേ ഞങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധിക്ക് ചേരാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നീങ്ങിപ്പോകട്ടെ ഹൃദയത്തിലുള്ള ദുശ്ചിന്ത വ്യഭിചാരം പരസംഗം കോപം കൊലപാതകം തുടങ്ങിയുള്ള ദൈവമേ സമസ്ത മേഖല തൊടിച്ചപ്പോൾ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളിപ്പോൾ എവിടെ ഇരുന്നാണോ ഈ അഭിഷേകത്തെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ വീടായിരിക്കാം സ്ഥാപനമായിരിക്കാം ഓഫീസായിരിക്കാം വാഹനമായിരിക്കാം എന്തു തന്നെ ആയിരിക്കട്ടെ ദൈവത്തിന്റെ പരിശുദ്ധിക്ക് യോജിക്കാത്തത് എന്തെങ്കിലും അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തലമുറ വംശം പാരമ്പര്യമായി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ രക്തം വീണതോ കണ്ണുനീര് വീണതോ ഏതെങ്കിലും തരത്തിലുള്ള അശുദ്ധി ഉണ്ടെങ്കിൽ ഈശോയെ അവിടുത്തെ പരിശുദ്ധ രക്തത്തെ ശുദ്ധീകരിക്കണമേ
എല്ലാം വിശുദ്ധീകരിക്കപ്പെടട്ടെ. വീട് ശുദ്ധീകരിക്കപ്പെടട്ടെ. വീടിന്റെ ഉള്ളിലെ വ്യക്തികൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. വസ്തുക്കളെല്ലാം വിശുദ്ധീകരിക്കപ്പെടട്ടെ. വായു, ജലം, മണ്ണ്, ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, സമസ്ത മേഖല വിശുദ്ധീകരിക്കപ്പെടട്ടെ. വന്നു പോകുന്നവർ വിശുദ്ധീകരിക്കപ്പെടട്ടെ. ആരാധന, 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 ആരാധന. ദൈവമേ, ഞങ്ങളിപ്പോൾ ചില സ്ഥലങ്ങൾ, ചില വ്യക്തികളെല്ലാം മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, അവിടുത്തെ പരിശുദ്ധി, അവിടുത്തെ ചൈതന്യം ഇപ്പോൾ വർഷിക്കണമേ. ഹല 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 ഹലളിയ ഹലളിയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. കർത്താവ് നല്ലൊരു കൃപ വർഷിച്ചിട്ടുണ്ട്. നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാം. കുട്ടികളും മുതിർന്നവരൊക്കെ ബൈബിളൊക്കെ തുറന്നും നോട്ട്ബുക്കിൽ വചനമൊക്കെ എഴുതിയെടുത്തുമൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. എന്നിട്ട് നിങ്ങൾ തീർത്ഥാടനമായി ഇവിടേക്കോ പിന്നെ അട്ടപ്പാടിയിലോ അതെങ്കിൽ PDM-ലോ എവിടെയൊക്കെയോ റുഹാമൗണ്ടിലോ STM നിങ്ങൾക്ക് വരുമ്പോൾ ഈ അഭിഷേകത്തിനയുടെ എഴുതിയ നോട്ടൊക്കെ നിങ്ങൾ കൊണ്ടുവരണം. പ്രാർത്ഥിച്ചു തരും. പറയാം ഹല്ലേലൂയ. Hallelujah. പ്രൈസ് ദി ലോർഡ്. Praise the Lord. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഞെരുക്കത്തിൽ എന്ത് ചെയ്യണം. ജീവിതത്തിൽ പല വ്യക്തികളെയും കാണുമ്പോൾ പലപ്പോഴും പലരും പറയാറുള്ള ഒരു വാക്കാണ്, അച്ഛാ ഭയങ്കര ഞെരുക്കമാണ്, പ്രാർത്ഥിക്കണം. ഭയങ്കര ഞെരുക്കത്തിലാണ്. ഞെരുക്കം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിളിൽ ഞെരുക്കത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വചനങ്ങളൊക്കെ കർത്താവ് തന്നിരിക്കുന്നത്? ഇതുപോലത്തെയുള്ള അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അങ്ങനെ കടന്നു പോയവർക്കുണ്ടായിരിക്കുന്ന അനുഭവങ്ങൾ നമ്മളെ ബലപ്പെടുത്തും. ചില കാര്യങ്ങൾ ദൈവം പറഞ്ഞു വെച്ചിരിക്കുന്നത് അങ്ങനത്തെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ആകസ്മികമായി എന്തോ കണ്ടിട്ടെന്നതുപോലെ നമ്മൾ പരിഭ്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 19-ാമത്തെ അധ്യായത്തിൽ 43-ാമത്തെ തിരുവചനം, Gospel of St. Luke chapter 19 verse 43. ശത്രുക്കൾ നിനക്ക് ചുറ്റും പാളയമടിച്ച് നിന്നെ വളയുകയും എല്ലാ ഭാഗത്തു നിന്ന് നിന്നെ ഞെരുക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ വരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ പറയപ്പെട്ടിരിക്കുന്ന ഒരു വചനമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ തന്നെ ജീവിതത്തിൽ ഈശോയുടെ ആഗമനത്തിൻ്റെ രണ്ടാമത്തെ ആഗമനത്തോടനുബന്ധിച്ച് ചില ഞെരുക്കങ്ങൾ അനുവദിക്കപ്പെടാം. അല്ലെങ്കിൽ സോദോ ഗൊമോറ പോലെയുള്ള അല്ലെങ്കിൽ ജെറുസലേം അങ്ങനത്തെ പഴയ നിയമത്തിൻ്റെ പല പശ്ചാത്തലത്തിലും ഇതുപോലത്തെ വചനങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. അപ്പം അങ്ങനത്തെയുള്ള നാളുകൾ വരാം. വ്യക്തി ജീവിതത്തിൽ, സമൂഹത്തിൽ, പ്രസ്ഥാനങ്ങളിൽ ഒക്കെ ഇങ്ങനെ സംഭവിക്കാം. ഈ ഞെരുക്കത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പുറമേ നിന്ന് വരുന്ന ഞെരുക്കങ്ങളുണ്ട്, അവനവൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന ഞെരുക്കങ്ങളുണ്ട്, ദൈവം അനുവദിക്കുന്ന ഞെരുക്കങ്ങളുമുണ്ട്. ചിലത് പുറമേ നിന്ന് വരാം, ചിലത് ഉള്ളിൽ നിന്ന് വരാം, ചില ദൈവം തന്നെ നമ്മൾ ഞെരുക്കാൻ അനുവദിക്കാം. എല്ലാം ദൈവത്തിൻ്റെ അറിവോടുകൂടിയാണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. 119-ാം സങ്കീർത്തനത്തിൽ 86-ാം തിരുവചനം, അങ്ങയുടെ കൽപ്പനകളെല്ലാം സുനിശ്ചിതമാണ്, അവർ എന്നെ വ്യാജം കൊണ്ട് ഞെരുക്കുന്നു, എന്നെ സഹായിക്കണമേ. സങ്കീർത്തൻ്റെ ഒരു പ്രാർത്ഥനയാണ്. അതായത് നമ്മളെ ഉപദ്രവിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ചില വ്യക്തികൾ നമ്മളെക്കുറിച്ച് വ്യാജം പറയുന്നു, നമ്മളെക്കുറിച്ച് നുണ പറയുന്നു, മനസ്സാ ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യത്തെക്കുറിച്ച് അപവാദം പറയുന്നു, ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കുന്നു. അങ്ങനെ നമ്മളെ മാനസികമായി, ആത്മീയമായി, ശാരീരികമായി, നമ്മുടെ സ്ഥാപനത്തിൽ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, നമ്മുടെ കുടുംബത്തിൽ, കുടുംബ ജീവിതത്തെ പോലും ജീവിത പങ്കാളിയെക്കുറിച്ച് ചിലപ്പോൾ ആവശ്യമില്ലാത്ത പറഞ്ഞുണ്ടാക്കിയിട്ട് അങ്ങോട്ട് ഞെരുക്കുക, വ്യാജം കൊണ്ട് ഞെരുക്കുക. അത് പുറമേ നിന്ന് വരുന്ന ഒരു ഞെരുക്കമാണ്. നമ്മൾ നിസ്സഹായരാണ്. പുറമേ നിന്ന് വരുന്ന ഒരു ഞെരുക്കമാണ്. റൂത്തിൻ്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 21-ാം തിരുവചനം, ബുക്ക് ഓഫ് റൂത്ത് ചാപ്റ്റർ 1 വേഴ്സ് 21.
എല്ലാം തികഞ്ഞവളായി ഞാൻ ഇവിടെ നിന്ന് പോയി. ഒന്നുമില്ലാത്തവളായി കർത്താവ് എന്നെ തിരിച്ചയച്ചു. കർത്താവ് എന്നെ ഞെരുക്കുകയും സർവശക്തൻ എനിക്ക് ആപത്ത് വരുത്തുകയും ചെയ്യുമ്പോൾ എന്തിനെന്നെ നവോമി എന്ന് വിളിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. Praise the Lord. അതായത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നവോമി എന്ന് പറയുന്ന ആ ഒരു ദൈവഭക്തിയായ സ്ത്രീ അവിടെ നിന്ന് മറ്റൊരു ഗോത്രത്തിലേക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോയി. അങ്ങനെ അവിടെ വെച്ച് ഒരുപാട് ഞെരുക്കങ്ങളുണ്ടായി. എല്ലാം നഷ്ടപ്പെട്ട് മക്കളുടെ ജീവിതം എല്ലാം തകർന്ന് തരിപ്പണമായി. അപ്പോൾ ആ പേരിന് പോലും ഞാൻ അർഹയല്ല. അപ്പോൾ ദൈവം അവളുടെ ജീവിതത്തിൽ ഒരു ഞെരുക്കം അനുവദിച്ചതാണ്. പക്ഷെ അതിനകത്തൊക്കെ ദൈവത്തിൻ്റെ ചില പദ്ധതികളുണ്ട്. അത് പിന്നീട് ആ റൂത്തിന്റെ പുസ്തകം വായിക്കുമ്പോൾ നവോമിയുടെ ജീവിതത്തിൽ, നവോമിയുടെ മരുമക്കളുടെ ജീവിതത്തിലൊക്കെ ദൈവം എങ്ങനെയാണ് ക്രമീകരിച്ചത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. ഹല്ലേലൂയ. മറ്റൊരു ഞെരുക്കമാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരാം. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ 15-ാം തിരുവചനം, ബുക്ക് ഓഫ് വിസ്ഡം ചാപ്റ്റർ 9 വേഴ്സ് 15, നശ്വര ശരീരം ആത്മാവിന് ദുർവഹമാണ്, ഈ കളിമൺ കൂടാരം ചിന്താശീലമുള്ള മനസ്സിനെ ഞെരുക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, പുറമേ നിന്ന് വരുന്ന ഞെരുക്കങ്ങളെ നമുക്ക് അതിജീവിക്കാം. ദൈവം അനുവദിക്കുന്ന ഞെരുക്കങ്ങളെ നമുക്കതൊരു പ്രത്യേക രീതിയിൽ നമുക്കതിനെ ദൈവകൃപയിൽ ആശ്രയിച്ച് നമുക്ക് നേരിടാം. എന്നാൽ അവനവൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഞെരുക്കങ്ങളെ, ചിന്താശീലമുള്ള നമ്മുടെ ആത്മാവിനെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ, അതിനെ ഈ കളിമൺ കൂടാരം എന്ന് പറഞ്ഞാൽ ഈ ശരീരം, ഈ മണ്ണ്, ഇത് ഭയങ്കരമായിട്ട് അങ്ങ് ഞെരുക്കുകളെ. ആ ഞെരുക്കത്തിൽ നമുക്ക് നല്ലൊരു ശ്രദ്ധ ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ഞെരുക്കങ്ങൾ എന്നതാണ്, എങ്ങനെ ഇതിനെ അതിജീവിക്കാൻ പറ്റും, എന്താണ് ബൈബിൾ നൽകുന്ന മാർഗം എന്നതിനെക്കുറിച്ച് നമ്മൾ വിശദമായി ചിന്തിക്കാൻ പരിശ്രമിക്കുകയാണ്. നല്ല ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാവുള്ളൂ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 14-ാം തിരുവചനം, ഗോസ്പൽ ഓഫ് സെന്റ് ലൂക്ക് ചാപ്റ്റർ 8 വേഴ്സ് 14, മുള്ളുകളുടെ ഇടയിൽ വീണത് വചനം കേൾക്കുന്നെങ്കിലും ജീവിത ക്ലേശങ്ങൾ, സമ്പത്ത്, സുഖഭോഗങ്ങൾ എന്നിവ വചനത്തെ ഞെരുക്കി കളയുന്നത് കൊണ്ട് ഫലം പുറപ്പെടുവിക്കാത്തവരാണ്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അപ്പോൾ വചനം, വിത്ത്, ഈശോ പല സ്ഥലങ്ങളിൽ വീഴുകയാണ്. അപ്പോൾ അതിനകത്ത് മുള്ളുകൾക്കിടയിൽ വീണ വിത്തിനെ കുറിച്ച് ദൈവത്തിൻ്റെ വചനം തന്നെ വെളിപ്പെടുത്തുകയാണ്. എന്താണ് അതിനെ ഞെരുക്കുന്നത്? ഒന്ന്, ജീവിത ക്ലേശങ്ങൾ. രണ്ടാമത്തേത് സമ്പത്ത്. മൂന്നാമത്തേത് സുഖഭോഗങ്ങൾ. ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ നടക്കുന്ന ചില സംഗതികളാണ്. സമ്പത്ത്, സുഖസൗകര്യങ്ങളുടെ ഒരു ആസക്തി. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് വചനത്തെ അങ്ങോട്ട് ഞെരുക്കുകയാണ്. ചിന്താശീലമുള്ള മനസ്സിനെ ഈ കളിമൺ കൂടാരം, ഈ ശരീരം വന്നിട്ട് അങ്ങ് ഞെരുക്കുകയാണ്. സമ്പത്തിനുള്ള ആസക്തി ഞെരുക്കുകയാണ്. ജീവിതത്തിലെ ക്ലേശങ്ങൾ ഞെരുക്കുകയാണ്. സുഖത്തോടുള്ള ആസക്തി ഞെരുക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൻ്റെ 22-ാം തിരുവചനം, ഗോസ്പൽ ഓഫ് സെന്റ് മാത്യു ചാപ്റ്റർ 13 വേഴ്സ് 22, ഒരുവൻ വചനം ശ്രവിക്കുന്നു, എന്നാൽ ലൗകിക വ്യഗ്രതയും ധനത്തിൻ്റെ ആകർഷണവും വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാവുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അതിൻ്റെ കൂട്ടത്തിൽ വരുന്ന വേറൊരു സംഗതിയാണ്, ജീവിതത്തിലെ ക്ലേശങ്ങൾ പോലെ തന്നെ സംഗതിയാണ് ലൗകിക വ്യഗ്രത. വേറൊരു സംഗതിയാണ് ലൗകിക വ്യഗ്രത. ഇതെല്ലാം ഉള്ളിലാണ് കിടക്കുന്നത്. അപ്പൊ നോക്കിയ എൻ്റെ സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ ക്ലേശങ്ങൾ, പിന്നെന്താ, സമ്പത്ത്, സുഖലോലഭത, ഒന്നാണ് കൂടി ലൗകിക വ്യഗ്രത നമ്മൾ ഞെരുക്കും. വീണ്ടും വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിന്റെ 19-ാം തിരുവചനം, ഒരേ വചനഭാഗം പല സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഗോസ്പൽ ഓഫ് സെന്റ് മാർക്ക് ചാപ്റ്റർ 4 വേഴ്സ് 19, എന്നാൽ ലൗകിക വ്യഗ്രതയും ധനത്തിൻ്റെ ആകർഷണവും മറ്റു വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹവും അവരിൽ കടന്നുകൂടി
വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാവുകയും ചെയ്യും. അപ്പോൾ അടുത്തൊരു സംഗതി കൂടെ കിട്ടി, മറ്റു വസ്തുക്കൾക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ ആദ്യം കേട്ടതിനോടെ സുഖലോലുപതിയോടൊക്കെ ചേർത്ത് വെക്കാവുന്നതാണ്. അതും ഒരുമിച്ച് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഖലോലുപതിയോടുള്ള ഒരു ആഗ്രഹം, ലോകത്തിൻ്റെ വസ്തുക്കൾ സ്വന്തമാക്കണമെന്ന ആഗ്രഹം, സമ്പത്തിനോടൊരു ആഗ്രഹം, സുഖലോലുപതിയോടൊരു ആസക്തി, ജീവിതത്തിൻ്റെ വ്യഗ്രത, ജീവിതത്തിൻ്റെ ക്ലേശങ്ങൾ, ഇതെല്ലാം നിന്റെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നുണ്ടെങ്കിൽ അത് നിന്നിൽ തന്നെ വലിയൊരു ഞെരുക്കം സൃഷ്ടിക്കും. അത് പുറമേ നിന്ന് ദുഷ്ടമനുഷ്യരുണ്ടാക്കുന്ന ഞെരുക്കത്തേക്കാൾ ഭയാനകമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉദാഹരണം പറയാം. സമ്പത്തിനോടുള്ളൊരു ആഗ്രഹം ഇങ്ങനെ മനസ്സിൽ കിടന്നാൽ ഇതെങ്ങനെയാണ് ഞെരുക്കുന്നത്? തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 9-10 തിരുവചനങ്ങൾ. ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ അധപതനത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിലും നിബന്ധിക്കുന്നു. എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് പോകാനും ഒട്ടേറെ വ്യഥകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ സ്ക്രീനിൽ ആ വചനത്തിലേക്ക് ഒന്നുകൂടെ നോക്കിയിരുന്നേ. എന്നാൽ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിരിക്കണം. ഒരാള് സമ്പത്തിനോട് ആഗ്രഹം, എങ്ങനെയെങ്കിലും 10 കാശുണ്ടാക്കണം, വേറെ ഒന്നിനും താല്പര്യമില്ല. ഇങ്ങനത്തെ ഒരു ആഗ്രഹം കടന്നുകൂടിയാൽ സംഭവിക്കുന്ന കാര്യം അറിയാവോ? അതിനോട് ഫ്രീ ആയിട്ട് കുറച്ച് സാധനം കിട്ടും. എണ്ണിക്കോ, പ്രലോഭനം ഫ്രീ ആയിട്ട്, ഇഷ്ടം പോലെ പ്രലോഭനം ഇങ്ങനെ. അതായത് സോപ്പ് മേടിച്ച ചീപ്പ് ഫ്രീ എന്നൊക്കെ പണ്ട് പറഞ്ഞല്ലേ. എന്ന് പറഞ്ഞാൽ ധനത്തോടൊരു ആഗ്രഹം വന്ന പ്രലോഭനങ്ങളുടെ ഒരു പെരുമഴയായിരിക്കും. രണ്ടാമത്തേത് ഫ്രീ ആയിട്ട് കിടന്ന കെണി, ചടപൊടേന്ന് ഓരോ തരത്തിലുള്ള പാപത്തിൻ്റെ കെണിയിൽ ചെന്നയാട്. മൂന്നാമത് ഫ്രീ ആയിട്ട് വരുന്ന സാധനം ഏതാ? അധപതനം. നാലാമത് വരുന്ന നാശം. അഞ്ചാമത് വരുന്ന വ്യാമോഹം. പിന്നെയോ 6-ാമത് വരുന്നതാണ് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകും. 7-ാമത് വരുന്നതോ ഒരുപാട് വ്യഥകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താൻ ഇടവരും. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ ബിസിനസ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യൻ ജീവിക്കാൻ വേണ്ട വക ദൈവം തരും അല്ലേ? വാക്കേറിയവൻ അന്നം മുടക്കിയാലെന്ന് പണ്ട് കാരണന്മാരെ പറഞ്ഞു കേട്ടിരിക്കുന്നത് വെറുതെ അല്ല. പക്ഷേ എങ്ങനെയെങ്കിലും കുറച്ച് കാര്യങ്ങൾ എങ്ങനെ ചെയ്തുണ്ടാക്കണം ചിന്തയോടെ പോകാൻ തുടങ്ങിയാൽ എൻ്റെ പ്രിയപ്പെട്ട വ്യഥ, മാനസിക വ്യഥ അവിടെ നിക്ഷേപിച്ചു, ഇവിടെ നിക്ഷേപിച്ചു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അത് പോയി, ഇത് പോയി, ആ സ്ഥലം, റിയൽ എസ്റ്റേറ്റ്, അങ്ങനെ ഇങ്ങനെ മാനസിക വ്യഥ. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഓഫർ വരുന്നു, അങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, അല്ലെങ്കിൽ ഇന്ന ആളെ പോയി കണ്ട ശരിയാകും, ഇന്ന പൂജയ്ക്ക് പോയാൽ മതി. ഒരുപാട് പ്രലോഭനങ്ങൾ, അതോടെ കെണി, അധപതനം, നാശം. ചിന്തിച്ചു നോക്കി, എന്താ ഒരു ധനമോഹത്തിൻ്റെ മെച്ചമാണ്. ജീവിത വ്യഗ്രത വന്നാൽ എന്താ സ്ഥിതി? ലൂക്ക 21:34 ഉണ്ടല്ലേ? അതാ ജീവിത വ്യഗ്രത, സുഖലോലപത, മദ്യാസക്തി, ഇങ്ങനെയുള്ള സംഗതി വന്നു കഴിഞ്ഞാൽ അതൊരു കെണി പോലെ വന്ന് നമ്മുടെ ജീവിതങ്ങളെ ഓർക്കാപ്പുറത്ത് നശിപ്പിച്ച് കളയും. സുഖലോലപതയോട് സൗകര്യങ്ങൾ വർദ്ധിക്കാനുള്ള ആഗ്രഹം, അതുപോലെ തന്നെ ജീവിത വ്യഗ്രത, പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ പോലും വ്യഗ്രത, 100 കാര്യങ്ങൾ ആലോചന, അത് ചെയ്തില്ലല്ലോ, ഇത് ചെയ്തില്ലല്ലോ, അങ്ങനെ ചെയ്തില്ലല്ലോ, ഇങ്ങനെ ചെയ്തില്ല, വ്യഗ്രതയോട് വ്യഗ്രത. പറയാവോ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ ഞെരുക്കങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന ഒരു കോമൺ ഫിനോമിനനുണ്ട്. ഞെരുക്കം എങ്ങനെ വരാം? ദുഷ്ടനായ മനുഷ്യൻ കൊണ്ടുവരാം, ദൈവം അനുവദിക്കാം, നമ്മുടെ ഉള്ളിൽ തന്നെ പ്രശ്നങ്ങൾ വരാം. പക്ഷെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോമൺ റിസൾട്ട് എന്താണെന്നറിയാവോ? അതിതാണ് നമ്മുടെ മനസ്സിൻ്റെ സ്വസ്ഥത, ശാന്തത, ഇതെല്ലാം അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോകും. അതാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ തിരുവചനം. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത കൈവെടിയരുത്. നമ്മളെ ഓരോ കാര്യം വന്ന് ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ശാന്തത നഷ്ടപ്പെട്ടു പോകരുത്. അപ്പസ്തോലന്മാർ തങ്ങളുടെ ജീവിതത്തിൽ ഞെരുക്കപ്പെട്ട അത്രയും വേറെ ആരെങ്കിലും ഞെരുക്കപ്പെട്ടിട്ടുണ്ടോ? അവരെന്താ പറഞ്ഞിരിക്കുന്നത്? 2 Korinthos 4:8
ഞങ്ങൾ എല്ലാ വിധത്തിലും ഞെരുക്കപ്പെടുന്നു, എങ്കിൽ ഞങ്ങൾ തകർക്കപ്പെടുന്നില്ല. വിഷമിപ്പിക്കപ്പെടുന്നു, എങ്കിൽ ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല. ജീവിക്കാൻ സമ്മതിക്കില്ലായിരുന്നല്ലോ. പുറകെ നടന്ന് അപവാദങ്ങളും കല്ലേറുകളും ചീത്തപ്പേരുകളും കടലിലെറിയലും പൊക്കിയെടുക്കലും എന്തൊക്കെ പരിപാടികളായിരുന്നു. ഭക്ഷണമില്ല, പാർപ്പിടമില്ല, കിടന്നുറങ്ങാൻ സ്ഥലമില്ല. പക്ഷേ അവർ പറഞ്ഞു, ഞങ്ങൾ എല്ലാ വിധത്തിലും ഞെരുക്കപ്പെട്ടു, പക്ഷെ ഞങ്ങൾ തകർക്കപ്പെട്ടില്ല. ഒരുമിച്ച് പറഞ്ഞു ഹല്ലേലൂയാ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഞങ്ങൾ ഭഗ്നാശരായില്ല. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഈ ഞെരുക്കങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഞെരുക്കങ്ങൾ വരുമ്പോൾ ഇതിനപ്പുറത്തൊരു സംഗതി കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. വെളിപാടിന്റെ പുസ്തകത്തിൽ 7-ാമത്തെ അധ്യായത്തിന്റെ 13, 14 തിരുവചനങ്ങൾ സ്വർഗത്തെക്കുറിച്ചുള്ള ഒരു വെളിപ്പെടുത്തലാണ്. ശ്രേഷ്ഠന്മാരിൽ ഒരുവൻ എന്നോട് ചോദിച്ചു, വെള്ള അങ്കി അണിഞ്ഞ ഇവർ ആരാണ്? ഇവർ എവിടെ നിന്ന് വരുന്നു? ഞാൻ മറുപടി പറഞ്ഞു, പ്രഭോ, അങ്ങേക്ക് അറിയാമല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവർ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അതുകൊണ്ട് പിശാച് ഒരുക്കുന്ന ഞെരുക്കങ്ങളും ദുഷ്ട മനുഷ്യർ ഒരുക്കുന്ന ഞെരുക്കങ്ങളും അതിനകത്തൊന്നും എല്ലാം കടന്നു പോകാതെ അവന് കേറി വരുന്നവനാണ് സ്വർഗരാജ്യത്തിന്റെ വാതില് കവാടം തുറക്കപ്പെടുന്നത്. ജോബിന്റെ പുസ്തകത്തിൽ 36-16 പഠിപ്പിക്കുന്നു, നിന്നെയും അവിടുന്ന് കഷ്ടതകളിലൂടെ ഞെരുക്കമില്ലാത്ത വിശാല സ്ഥലത്തേക്ക് ആകർഷിച്ചു. ഹല്ലേലൂയാ. ഞെരുക്കമില്ലാത്ത വിശാല സ്ഥലം സ്വർഗത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ദൈവം ഇങ്ങനെ പലതും നമുക്ക് അനുവദിച്ചു തരുന്നത്. ഈ ഞെരുക്കത്തിൽ മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമത് ചെയ്യേണ്ട കാര്യം എങ്ങനെയാണ്? ഞെരുക്കം വരുമ്പോൾ നന്നായിട്ട് ഞങ്ങൾ സ്തുതിക്കണം. സംഖ്യയുടെ പുസ്തകം 10:9, നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ ഞെരുക്കുന്ന ശത്രുവിനെതിരെ യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ഓർക്കുന്നതിനും ശത്രുവിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി കാഹളങ്ങൾ സന്നാഹധ്വനി മുഴക്കണം. അപ്പോൾ ജീവിതത്തിൽ ഏത് ഞെരുക്കം വന്നാലും ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യമാണ് കുറേ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. രണ്ടാമത് ചെയ്യേണ്ട കാര്യം കരഞ്ഞപേക്ഷിക്കണം. 1 സാമുവേൽ 12:8, യാക്കോബ് ഈജിപ്തിൽ എത്തുകയും അവൻ്റെ സന്തതികളെ ഈജിപ്തുകാരൻ ഞെരുക്കുകയും ചെയ്തപ്പോൾ നിങ്ങളുടെ പിതാക്കന്മാർ കർത്താവിനോട് കരഞ്ഞപേക്ഷിച്ചു. അവിടുന്ന് മോശയെയും അഹ്റോനെയും അയച്ചു. അവർ നിങ്ങളുടെ പിതാക്കന്മാർ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന് ഈ സ്ഥലത്ത് താമസിപ്പിച്ചു. സങ്കീർത്തനം 107:13, അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ചു, അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അപ്പോൾ 2 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, ഞെരുക്കുന്ന സമയത്ത് ഒരുപാട് കർത്താവിനെ സ്തുതിക്കണം, പ്രൈസാപക്ഷേപം നടത്തണം. കർത്താവിനെ സ്തുതിച്ച് മുമ്പേ ചെന്ന് ആരാധിച്ച് പ്രാർത്ഥിക്കണം. രണ്ടാമത്, ഞെരുക്കങ്ങൾ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കണം. ഈശോ ഇടപെടും. ഹല്ലേലൂയാ, ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിൽ ഓരോരുത്തരും ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓ പ്രിയപ്പെട്ട ദൈവപൈതലേ, നീ ഇപ്പോൾ കടന്നു പോകുന്ന ഏത് ഞെരുക്കത്തിന്റെ അവസ്ഥയാണെങ്കിലും, നീ ഇപ്പോൾ കടന്നു പോകുന്ന ഏത് അവസ്ഥയാണെങ്കിലും ശരി, ഒരുപക്ഷെ നിന്റെ ഉള്ളിൽ തന്നെ പല ഞെരുക്കങ്ങൾ ഉണ്ടാകാം. ഒരുപക്ഷെ പുറത്തുനിന്ന് മറ്റുള്ളവർ നിനക്ക് തരുന്ന ഞെരുക്കങ്ങൾ ഉണ്ടാകാം. ദൈവം പറഞ്ഞിട്ടുള്ളത് എന്താണ്? നീ കർത്താവിനെ നന്നായിട്ട് സ്തുതിക്കണം. അതിനെ തുറന്ന് സ്തുതിക്കുക, മനസ്സ് തുറന്ന് സ്തുതിക്കുക. രണ്ടാമത്, നീ നിലവിളിച്ച് പ്രാർത്ഥിക്കുക, കരഞ്ഞ് നിറവിളിക്കുക. ദൈവം ഞെരുക്കത്തിന് കരപിടിച്ച് കയറ്റുന്ന ദൈവമാണ്. അപ്പസ്തോലന്മാർ അവർ ഞെരുക്കത്തിന്റെ സമയത്ത് അവർ നന്നായിട്ട് കർത്താവിനെ സ്തുതിച്ചു. ഭൂമിയുടെ അടിത്തറ കുലുങ്ങമാർ അവർ കർത്താവിനെ സ്തുതിച്ചു എന്നാണ് വചനം. രണ്ടാമത്, അവർ ഈശോയുടെ നാമത്തെ കരഞ്ഞ് നിറവിളിച്ച് നിലവിളിച്ചു. അവരെ ഞെരുക്കത്തിന് കർത്താവ് കരകയറ്റി. അവര് തകർക്കപ്പെട്ടില്ല, അവര് തകർന്നു പോവില്ല. ഒരുപക്ഷേ നിന്റെ ഹൃദയത്തെ ഞെരുക്കുന്ന പലവിധ സംഗതികൾ, പ്രലോഭനങ്ങൾ, കെണികൾ, സാമ്പത്തികം, ഒരുപാട് മേഖലകൾ, ഒപ്പം തന്നെ പുറത്തുനിന്നുള്ള തകർച്ചകൾ, ദൈവപൈതലേ ഉച്ചത്തിൽ സ്തുതിച്ച് കാര്യങ്ങൾ ഉയർത്തി വിളിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഹല 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 യേശുവേ, പൊട്ടിക്കരഞ്ഞ് വിളിക്കുന്നു. യേശുവേ, യേശുവേ,